മമ്മൂട്ടി സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചെയ്തത് തെറ്റാണോ ശരിയാണോ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? സൈബർ ആക്രമണം ഇപ്പം നിൽക്കും. കാരണം മമ്മൂട്ടി ഇപ്പോൾ റഫീഖിനെ വിളിച്ചിട്ടുണ്ട്. റഫീഖിനെ വീഡിയോ കോൾ ചെയ്ത് അദ്ദേഹം ആശ്വസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മമ്മൂട്ടി ചെയ്തത് ഒരു പോക്കൃത്തരമാണ്, അതിലൊരു സംശയമില്ല. കാരണം എന്ന് വെച്ചാൽ മമ്മൂട്ടി രണ്ട് കാര്യങ്ങൾ ചെയ്തു, അതങ്ങ് രണ്ടും കൂടി കണക്ട് ചെയ്ത് വേണം അത് വായിക്കാനായിട്ട്. ആദ്യം സത്യത്തിൽ ഞാൻ വിചാരിച്ചത് മമ്മൂട്ടി ഇനി CPM വേണ്ടിയിട്ടുള്ളൊരു പ്രൊമോഷൻ പരിപാടിയായി തന്നെ ഇത് ഒരു വിവാദം ഉണ്ടാക്കിയതാണോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതങ്ങനെയല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, റഫീഖിനോട് മമ്മൂട്ടി എല്ലാവരും കേൾക്കെ തന്നെ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് എൻ്റെ കൂടെ വരുന്നത്, നിങ്ങൾ അങ്ങോട്ട് മാറിയതേക്കുന്നത്. മമ്മൂട്ടിക്ക് റഫീഖ് ആരാന്നറിയും? റഫീഖ് ഈ സാധാരണ മറ്റേ നീല യൂണിഫോം ഇട്ട് അവിടെ ഫുൾ ടൈം, അതായത് DYFയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ജില്ലാ സെക്രട്ടറി ആയപ്പോൾ മുതൽ ചൂരൽമൈ മുണ്ടക്കൈ ആ പ്രശ്നമുണ്ടായപ്പോൾ മുതൽ അദ്ദേഹം അവിടെ നിരവധി വോളണ്ടിയേഴ്സുമായിട്ട് അവിടെ ഉണ്ട്. ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ VD സതീശൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നുണ്ട്. കാരണം ഒരു കൂട്ടം ആളുകൾ ഇന്ന് പണിയെടുക്കുകയാണ്. ആ പണിയെടുക്കാരുടെ കൂട്ടത്തിൽ നിന്ന് പണിയെടുത്തതാണ്. അല്ലാതെ സിനിമയിൽ മാത്രം മറ്റേ നന്മ ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്ന മമ്മൂട്ടിയെ പോലെയല്ല. അതുകൊണ്ട് പുള്ളിയാണ് ഹീറോ, മമ്മൂട്ടിയല്ല. അതാണ് ആദ്യത്തെ കാര്യം. റഫീഖാണ് ഹീറോ, മമ്മൂട്ടിയല്ല. പിന്നെ ഈ മമ്മൂട്ടിയെ പോലെയുള്ള ആളുകളൊക്കെ മമ്മൂട്ടി കുറച്ച് അഹങ്കാരം കൂടുതലാണ്. മമ്മൂട്ടിക്ക് കുറച്ച് കൂടുതലാണ്. അത് പണ്ടേ ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ ജോയ്സ് പാലസ് വെച്ച് കണ്ടിട്ടുണ്ട്. പോട്ടെ, അപ്പൊ അത് വ്യക്തിപരമായ കാര്യമാണ്, അത് വിട്ടേക്കാം. എന്നോട് പുള്ളി വളരെ നന്നായിട്ട് പെരുമാറിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പുള്ളി വളരെ കഠിനാധ്വാനിയായിട്ടുള്ള മനുഷ്യനാണ്, മഹാനായിട്ടുള്ള നടനാണ്, അതൊക്കെ കറക്റ്റാണ്. പക്ഷെ ഈ കാര്യത്തിൽ പുള്ളിക്ക് തെറ്റുപറ്റി, അത്ര ഞാൻ പറയുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കഴിഞ്ഞതിന് ശേഷം, അത് എന്തുകൊണ്ടാണെന്ന് കൂടി ഞാൻ പറയാം. എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി കൊടുത്തിട്ടുള്ളൊരു ബൈറ്റുണ്ട് മാധ്യമങ്ങൾക്ക്. ആ മാധ്യമങ്ങൾ കൊടുത്തേക്കുന്ന ബൈറ്റിൽ പുള്ളി പ്രത്യേകമായി പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഈ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതി എടുത്തത് നമ്മളുടെ കാശാണ്. അപ്പം നമ്മളുടെ കാശെടുത്ത്, ജനങ്ങളുടെ കാശെടുത്ത് ജനങ്ങൾ തന്നെ അവർക്ക് വെച്ചു കൊടുത്തൊരു പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും അടിസ്ഥാന ഒറ്റ കാര്യമുള്ളൂ, മമ്മൂട്ടിയെ പോലൊരാൾ വളരെ കൃത്യമായി നിൽക്കാൻ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തെ ജീവിക്കാൻ പഠിച്ച ഒരാളാണ്. അപ്പം ജീവിക്കാൻ പഠിച്ച ഒരാളായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇപ്പം അദ്ദേഹത്തിനൊരു തോന്നലുണ്ട്, ചിലപ്പോൾ UDF ഗവൺമെൻറ് എങ്ങാനും അടുത്തത് വന്നേക്കുവാണ്. മനസ്സിലായി? ആ UDF ഗവൺമെന്റിൽ 2 MLA മാർ മിക്കവാറും അദ്ദേഹത്തിന്റെ നോമിനികളായിട്ടും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ വളരെ ഇതോടുകൂടി പറയാണ്, ഒന്ന് രമേഷ് പിഷാരടിയാണ്, രണ്ടാമത്തേത് ആന്റോ ജോസഫാണ്. ഇവർ രണ്ടുപേരും സീറ്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സീറ്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു CPM വേണ്ടി അദ്ദേഹം വന്നതാണെന്ന് വിചാരിക്കേണ്ട എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. പിന്നെ മോഹൻലാലിനെ ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചതൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. മമ്മൂട്ടി ഒരുപക്ഷെ വിളിച്ചിട്ട് പോകാത്തതല്ല, മമ്മൂട്ടി വിളിച്ചിട്ട് പോകാത്തതൊന്നായിരിക്കില്ല. മമ്മൂട്ടി വിളിച്ചിട്ട് പിണറായി വിജയൻ വിളിച്ചിട്ട് മമ്മൂട്ടി പോകാതിരിക്കൊന്നുമില്ല ഒന്ന്. അപ്പൊ പക്ഷെ മോഹൻലാലിന്റെ അടുത്ത് കൊണ്ട് ആ ഇന്റർവ്യൂ ചെയ്യിക്കാൻ പറ്റും. കാരണം മോഹൻലാലിനെ കൊണ്ട് ആ ഇന്റർവ്യൂ ചെയ്യിക്കുമ്പോൾ കേരളത്തിൽ മമ്മൂട്ടിയേക്കാൾ കുറച്ചുകൂടി റീച്ചുള്ള, കുറച്ചുകൂടി ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് മോഹൻലാൽ. അത് യാഥാർത്ഥ്യമാണ്. ഞാൻ മമ്മൂട്ടിയെ കുറച്ചൊന്നും കാണുന്നില്ല കേട്ടോ. അദ്ദേഹം വലിയ നടനാണ്, മനുഷ്യനാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അദ്ദേഹം CPM നേതാവിനെ കുറ്റം പറഞ്ഞു. CPM നേതാവിനെ കുറ്റം പറഞ്ഞല്ലെന്ന്, കുറ്റം പറയാൻ എന്തിനാണ്? CPM നേതാവിനെ അദ്ദേഹം കുറ്റമൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന് എത്ര മര്യാദക്ക് അത് പറയാം. റഫീഖിനെ ഒറ്റക്ക് വിളിച്ചിട്ട് എന്താണ് മാധ്യമങ്ങളില്ലാത്തപ്പോൾ, അല്ലെങ്കിൽ സ്വന്തം കൂടെ നടക്കുന്ന ഏതെങ്കിലും ശിങ്കിടികളോട്, ഡ്രൈവറോട്, അല്ലെങ്കിൽ ആന്റോ ജോസഫിനോട് കൃത്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, റഫീഖിനോട് പോയിക്കൊള്ളാൻ പറയട്ടെ, കുഴപ്പമില്ല, കാരണം അവർക്ക് വേണ്ടി വന്നാൽ അത്ര മാന്യമായിട്ട് അത് ഡീൽ ചെയ്യാം. അല്ലാതെ നിങ്ങൾ എന്തിനാണ് എന്റെ കൂടെ നടക്കുന്നതെന്നല്ല ചോദിക്കുന്നത്. പിന്നെ രണ്ടാമത് ഇതിന്റെ രണ്ടിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇനി ഇതൊക്കെ പോട്ടെ, മമ്മൂട്ടിയിൽ നിന്നൊക്കെ ഇതിൽ കൂടുതൽ എന്തിനാണ് കേരളം പ്രതീക്ഷിക്കുന്നതെന്ന് ഞാൻ ചോദിക്കണം. ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ മമ്മൂട്ടി എന്തെങ്കിലും വാതുറന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, ഈ കേരളത്തിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും ഒരു ഇഷ്യൂവിൽ മമ്മൂട്ടി ഏതെങ്കിലും വാതുറന്ന് പറഞ്ഞിട്ടുണ്ടോ? മോഹൻലാൽ പറയില്ലല്ലോ. മോഹൻലാൽ പറയുന്നത് മുഴുവൻ പുള്ളി ബ്ലോഗ് എഴുതി മറ്റേ നരേന്ദ്രമോദി പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അത് നിർത്തി. പക്ഷെ അത് പുള്ളി പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് പോട്ടെ, ഇവരാരും അങ്ങനെ നമ്മൾ പറയുന്നത് മോഹൻലാൽ പറഞ്ഞിട്ടില്ല, സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല എന്നുള്ളതൊന്നും ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല. മമ്മൂട്ടിയാണ് പറയുമെന്ന് വിചാരിക്കുന്ന, രാഷ്ട്രീയ ബോധ്യമുള്ള ഒരാൾ എന്ന് കേരളം വിചാരിക്കുന്ന ഒരാൾ മമ്മൂട്ടിയാണ്. ആ മമ്മൂട്ടി പറഞ്ഞിട്ടില്ല. പകരം പൃഥ്വിരാജ് 10 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ലക്ഷദ്വീപിലെ പ്രശ്നങ്ങൾ മുതൽ നിരവധി പ്രശ്നങ്ങളിൽ സ്വന്തം നിലപാട് പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണെന്നറിയാമോ? DYFയുടെ എനിക്ക് പറഞ്ഞ ചെന്നൈയിൽ അങ്ങോട്ടും വെച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോൾ, അഖിലേന്ത്യാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒരിക്കലും നടത്തിയില്ല. ഇവര് ഈ കേരളത്തിലെ ജനങ്ങൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കിയാൽ ഈ ദേഷ്യമൊന്നും ഉണ്ടാവില്ല. അത് മമ്മൂട്ടിയോട് ഉണ്ടാവേണ്ട ആവശ്യമില്ല, മോഹൻലാലിനോട് ഉണ്ടാവില്ല. ഇവിടെ അബിൻ വർക്കി കോൺഗ്രസ് നേതാവ് പറയുന്ന ഒരു കാര്യം ഒന്ന് വായിക്കാം. PR വേണ്ടി സർക്കാരിന്റെ പലതും ചെയ്യുന്നതിൽ എതിർപ്പുണ്ട്. എങ്കിൽ പോലും ഒരു സ്വകാര്യ സന്ദർശനത്തിൽ തന്റെ കൂടെ നടന്ന് രാഷ്ട്രീയമായി അതിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ച CPM ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ മമ്മൂക്ക പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? അയാളുടെ വ്യക്തിപരമായ രാഷ്ട്രീയം പച്ചക്ക് പറഞ്ഞു. വയനാട്ടിലെ പണം ജനങ്ങളുടേതാണ് എന്ന് പറഞ്ഞു. CPM നറേറ്റീവിനൊപ്പം
നിൽക്കാത്തതിന്റെ പേരിൽ സൈബർ ആക്രമണം നടത്തി അങ്ങ് തീർക്കാമെന്ന് വെച്ചാൽ അങ്ങ് മാറി നിൽക്കെന്ന് തന്നെ അവരോട് പറയേണ്ടി വരും എന്നാണ് അബിൻ വർക്കി പറയുന്നത്. ഈ മാസ് ഡയലോഗ് ഉള്ള പക്ഷെ സത്യം ഇതല്ലല്ലോ. സത്യം എന്താണ്? സത്യം ജനങ്ങൾക്കറിയാം. സത്യം ജനങ്ങൾക്കറിയാം. എന്താണ് കാര്യം? അറിയാം. അത് ഗൗതം കൂടെ നടക്കുന്നു. അല്ല, ഞാൻ പറയണേ, ഗൗതം എന്ന് പറയുന്ന ഒരാൾ എന്റെ കൂടെ നടക്കുന്നു, ഞാനാണ് മമ്മൂട്ടി എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ എല്ലാവരുടെയും മുമ്പ് വെച്ചത് പറയേണ്ട ആവശ്യം എന്തുള്ളത്? അറിയാതെ അതാണ് അവിടെയാണ് ഒരു കാര്യം. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഒരു മിനിറ്റ്, പിണറായി വിജയൻ ഇവിടെ പത്രക്കാർക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാത്തൊരു സ്ഥലത്തേക്ക് മാധ്യമങ്ങൾ ഇടിച്ചു കയറി വന്നപ്പോ മാറി നിൽക്ക് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വിഷയമാണ്. ഇത് മമ്മൂട്ടി പറഞ്ഞത് നിങ്ങൾക്ക് വിഷയമല്ല. എന്തൊരു തോന്നിയാസാണ് ഇത്? ഏതൊരു മനുഷ്യനായിക്കോട്ടെ ഒരു സഹജീവിയോട് കുറച്ചുകൂടി കരുണയോടും ആർദ്രതയോടും കൂടി പെരുമാറണം. അല്ല, അത്രയുള്ള കാര്യം. അത് ആ വിഷ്വൽ കാണുമ്പം കരുണയും ആർദ്രതയും ഇല്ലാതെയാണ് അദ്ദേഹം പെരുമാറിയത്. ഇവിടെ താങ്കൾ തന്നെ നേരത്തെ മോഹൻലാലിന്റെ വിനയത്തെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് വിനയം വാരിക്കോരി ഒഴുകി അഭിനയിക്കുന്ന ഒരാളാണ് മോഹൻലാൽ എന്നൊക്കെ അങ്ങ് തന്നെ ഈ നേരത്തെ നമ്മുടെ എന്താണ് ചർച്ചയുടെ ഇടയിൽ അദ്ദേഹം അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ മമ്മൂട്ടിയുടെ ഒരു പേഴ്സണാലിറ്റിയെ നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഒക്കെ പോലുള്ള കാര്യം തുറന്നു പറയുന്ന ഒരാളാണ് മമ്മൂക്ക. അപ്പം ഒരു മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണാലിറ്റി വെച്ചിട്ടും അദ്ദേഹം വളരെ പച്ചയായ മനുഷ്യനാണ്, തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ കടക്ക് പുറത്തും ഇതും തമ്മിൽ നല്ല കടക്ക് പുറത്ത് എന്ന് പറയുന്ന സ്വരവും ടോണും പോലെ ഒരു കാര്യമുള്ളൂ ഇവിടെ. അദ്ദേഹത്തിന്റെ സത്യസന്ധമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അതിനെ താങ്കൾ അംഗീകരിക്കുന്നില്ല. ഞാൻ മമ്മൂട്ടിയുടെ പേഴ്സണാലിറ്റി അംഗീകരിക്കുന്നുണ്ട്. മമ്മൂട്ടി എനിക്ക് വന്ന് കൈ തന്നിട്ടുള്ള ഒരാളാണ്. മമ്മൂട്ടി വളരെ സ്നേഹത്തോടെ 1.5 മണിക്കും സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷെ ഗൗരവം അറിയേണ്ടത്, മമ്മൂട്ടി ഇതുപോലെ ആയിരുന്നില്ല പെരുമാറേണ്ടിയിരുന്നത്. അത് മമ്മൂട്ടിക്ക് മനസ്സിലായി. അതുകൊണ്ട് മമ്മൂട്ടി ഇപ്പൊ വീഡിയോ കോളിൽ വിളിച്ച് റഫീഖിനോട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ കുഞ്ഞൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ റഫീഖിനും പറ്റിയൊരു അബദ്ധമുണ്ട്. മാപ്പൊന്നും പറഞ്ഞിട്ടില്ല. മാപ്പ് പറഞ്ഞില്ലെന്ന് ഇപ്പൊ നമുക്കറിയാൻ പറ്റും. റഫീഖും പുള്ളിയും തമ്മിൽ സംസാരിച്ചാൽ സ്വാഭാവികമായിട്ട് ആരും വിളിക്കും. എന്തിനു വിളിക്കണം? അതായത് ഇത്രയും കാലം നടന്നിട്ടുള്ള ഒരു ആൾക്കാർ, ഇത്രയും കാലം ആരാണ് മമ്മൂട്ടി എന്നുള്ള റഫീഖ് ചെയ്ത ഒറ്റ കാര്യമുള്ളൂ എന്താണെന്നുള്ളത് നമുക്കറിയാം. റഫീഖ് അവിടെ യഥാർത്ഥത്തിൽ റഫീഖ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ആ ജില്ലാ സെക്രട്ടറി പാർട്ടി സെക്രട്ടറിയായി മാറി. റഫീഖിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അതിര് കവിഞ്ഞ വിനയം അതുപോലെ തന്നെ ആരാധനയും മമ്മൂട്ടിയോട് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് കൂടെ നിൽക്കുമ്പോഴും ആ ബോഡി ലാംഗ്വേജൊക്കെ നമുക്കത് തോന്നും. എനിക്ക് ഈ നാട്ടിലുള്ള റഫീഖുമാരോടെല്ലാം പറയാനുള്ളത് ഒരൊറ്റ വാചകമുള്ളൂ. ആ വാചകം, ഇവര് തിരശ്ശീലയിൽ ഗംഭീരമായിട്ട് അഭിനയിക്കുന്നവരാണ്. ആ അഭിനയിക്കുന്നവർക്ക് നല്ല നടൻ എന്നുള്ള നിലക്കുള്ള ഒരു റെസ്പെക്ട് നമുക്ക് അതിനപ്പുറത്തേക്ക് ഇവര് വളരെ മഹാന്മാരായ മനുഷ്യരാണെന്നും ഇവർ അനീതികൾക്കെതിരെ പോരാടുന്നവരാണെന്നും ഒക്കെ നിങ്ങൾ ആരും വിചാരിക്കില്ല. നമ്മൾ ആരും വിചാരിക്കുന്നില്ല, പ്രത്യേകിച്ച് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഒരുപക്ഷെ നടന്നിരിക്കാം. ഒന്നിക്കല് ഈ പദ്ധതികളെ മുഴുവൻ ജനങ്ങളിലേക്ക് കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്ന ഒരു നാടകമാവാം. മമ്മൂട്ടിയുടെ തന്നെ താങ്കൾ പറഞ്ഞ പോലെ ഒരു അഭിനയമായിരിക്കാം. അല്ലെങ്കിൽ ജനുവിനായിട്ട് ഇതെല്ലാം LDF-ന്റേതാണ് എന്ന്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു തോന്നല് ജനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ, അതായത് ഒരു നിഷ്പക്ഷത, സെലിബ്രിറ്റികൾ സെലിബ്രിറ്റികൾ സാറേ സ്വാഭാവികമായിട്ടും ഈ റഫീഖ് അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം തുടരെ ഇദ്ദേഹത്തിന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഘട്ടത്തിൽ ഇപ്പൊ നീ എന്തിനാണ് എന്റെ ഇങ്ങനെ നിൽക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി വന്നതാണെന്ന് തോന്നും ആൾക്കാർക്ക്. നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ തിരിച്ചൊരു കാര്യം താങ്കളോട് ചോദിക്കട്ടെ. അല്ല, നിങ്ങൾക്ക് വേണ്ടി വന്നതല്ലല്ലോ. തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. ഈ റഫീഖിനെ താങ്കൾക്ക് ഇന്നലെ വരെ അറിയായിരുന്നു? കണ്ടാൽ തിരിച്ചറിയായിരുന്നു? ഇല്ല. അതായത് ഗൗതത്തിനെ പോലെ ഒരു സോഷ്യൽ മീഡിയയിൽ കിടന്ന് മറ്റേ പറഞ്ഞേക്ക് ഈ പറയുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് ഡെയിലി പത്രമെങ്കിലും വായിക്കുന്ന ഒരാൾക്ക് 10% വരെ പത്രം വായിക്കുന്നുള്ളൂ, 8% ഉള്ളൂ. അതിന്റെ സർക്കുലേഷൻ ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ആളുകൾക്ക് പോലും യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞ ഗൗതത്തിനൊരു കാര്യം പറയട്ടെ, ഈ റഫീഖിന് ആകെ അറിയാവുന്നത് ആർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകർക്കാണ്. ഏത് മനോരമയുടെ പ്രാദേശിക ലേഖകരോട് വലുതായിട്ട് അറിയാൻ പറ്റില്ല, ദൃശ്യമാധ്യമ പ്രവർത്തകർക്കാണ്. കാരണം ദൃശ്യമാധ്യമ പ്രവർത്തകർ ഈ കവറേജിനെല്ലാം പോകുമ്പോൾ റഫീഖിന്റെ ബൈറ്റുകളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റഫീഖ് അവിടെ കൂടെ നിന്നു എന്ന് വിചാരിച്ചിട്ട് അത് CPM-ന്റെ പരിപാടിയാണെന്ന് തോന്നില്ല. ഇനി CPM-ന്റെ പരിപാടിയോ ഇടതുപക്ഷത്തിന്റെ പരിപാടിയാണെന്ന് തോന്നണമായിരുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ CPM ചെയ്യേണ്ടിയിരുന്നത് P. രാജനോ അല്ലെങ്കിൽ മന്ത്രിമാരോ ആരെങ്കിലും എന്താണ് മറ്റേ മമ്മൂട്ടിയെ അനുഗമിക്കുകയായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ലെവലിൽ അത് ചർച്ച ചെയ്യപ്പെട്ടേനെ. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശസ്തരായിട്ടുള്ള മന്ത്രിമാരോ നേതാക്കന്മാരോ ചെയ്യുകയാണെങ്കിൽ പോലും ചെയ്തേനെ. അതൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാനപ്പോൾ ഒരു കാര്യം പറയാം. ആദ്യം ഞാൻ വിചാരിച്ചത് ഇത്തരത്തിലൊരു വിവാദമുണ്ടാക്കി ഇതൊരു ഗുണകരമായ പരിപാടിയാക്കി മാറ്റാൻ പറ്റും എന്ന് LDF വിചാരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത്, താങ്കൾ എന്നെ ആദ്യം വിളിക്കുമ്പോൾ. അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ സംബന്ധിച്ചോളം മമ്മൂട്ടി നിൽക്കാൻ അറിയുന്ന ഒരാളാണ്. മമ്മൂട്ടിയുടെ കൂടെയുള്ള ആന്റോ ജോസഫ് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകണം. അപ്പൊ അത് കുഴപ്പമില്ല മമ്മൂട്ടിക്ക്.
അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം ഈ ആന്റോ ജോസഫ് ഇപ്പൊ ഏറ്റുമാനൂർ സീറ്റിന് വേണ്ടി കളിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടാൻ സാധ്യതയില്ല. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ പിഷാരടി മമ്മൂട്ടിയുടെ ഒപ്പം എന്താണ് നേരിടുപോലെ സഞ്ചരിക്കാവുന്ന ഒരാളാണ് മിക്ക പരിപാടികളും. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് അതല്ല പ്രശ്നം. മമ്മൂട്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് മമ്മൂട്ടി ഇപ്പൊ എന്ത് ചെയ്യണം, മമ്മൂട്ടിക്ക് ഒരു നിഷ്പക്ഷരാകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് മമ്മൂട്ടി എന്ത് ചെയ്ത് നിലപാടെടുക്കും. പിന്നെ ഒരു കാര്യമുള്ളൂ, പാവപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതൊന്നും കൊണ്ട് വറീഡാവേണ്ട ആവശ്യമില്ല. മോഹൻലാൽ ഇടത്തോട്ടും ചരിയും വലത്തോട്ടും ചരിയും, വേണമെങ്കിൽ എന്തും ചരിയും. ഇപ്പൊ മോഹൻലാലിനെതിരെ ഇത് തന്നെ ഉണ്ടായത്. കാരണം ജനങ്ങളുടെ മണ്ട പ്രതീക്ഷ കൊണ്ടാണ്. അതായത് ഈ കുറെ ആളുകൾ എന്നിട്ട് പറയുന്നത് പിണറായി വിജയൻ നിങ്ങൾ എന്തിനാ ഇന്റർവ്യൂ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് കാശ് കൊടുത്താൽ ആരുടെ ഇന്റർവ്യൂ എടുക്കും, ആരുടെ സൈഡിലേക്കും എന്ത് ചെയ്യും, ചരിയും. ഇവർക്ക് പ്രശ്നമുണ്ടാകുന്ന ഒരു കാര്യം 73-ാമത്തെ വയസ്സിൽ പോലും ഇവര് വാ തുറന്ന് പറയില്ല. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് മമ്മൂട്ടി പ്രതികരിച്ചോ? സ്വന്തം ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ അവിടുത്തെ കാരണവർ എന്തോന്ന ഒരാൾ എന്തെങ്കിലും വേണ്ടിയോ? AMMയുടെ മറ്റേ സിദ്ദിഖിനെതിരെ ആരോപണം വന്നപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ അർജുൻ ആയങ്കിയെ പോലുള്ള കുറച്ച് ആളുകളൊക്കെ, അതേപോലെ ഭയങ്കര പ്രോ റെഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് അധിക്ഷേപങ്ങൾ മമ്മൂട്ടിക്ക് നേരെ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നു കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന് അഹങ്കാരമുണ്ട്, ഒരു സ്ഥലത്ത് പോയാൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല തുടങ്ങിയ രീതിയിൽ. അപ്പം അവരും യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയാണോ കേരളത്തിനുള്ളതെന്നാണ്. താങ്കൾ തന്നെ പറയുന്നത് മുഖ്യമന്ത്രി അങ്ങനെയാണോ? അദ്ദേഹത്തിന് അഹങ്കാരമൊക്കെ ആകാം, അതിനൊന്നും തെറ്റില്ല. കാരണം അദ്ദേഹം മഹാനായ ഒരു നടനാണ്. ഇപ്പൊ പണ്ട് ബ്രൂസിലിയെ കുറിച്ച് ആളുകൾ പറഞ്ഞിരുന്ന പോലെ അദ്ദേഹത്തിന് അഹങ്കാരമാകാം, ഡീഗോ ബ്രാൻഡോ മറഡോണൊക്കെ അഹങ്കാരമാകാം. കാരണം അത്രയും തപസ്യ പോലെ സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്ന പണിയിൽ എക്സലന്റ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ആ അഹങ്കാരമൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ മമ്മൂട്ടിക്ക് അങ്ങനെ അഹങ്കാരം ഉണ്ടെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല കേട്ടോ. കാരണം വെച്ചാൽ രാത്രി 1:30 കാണുമ്പോൾ അപ്പൊ പുള്ളിക്ക് ജാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ മറ്റേ ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞ് പിഷാരടിയും പുള്ളിയും കൂടി വന്നിറങ്ങിയിട്ട് ജോയ്സ് പാലസിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിടക്ക് കൈ തന്നിട്ടാണ് പോയത്. അതിൻ്റെ ഒരു ആവശ്യമില്ല അദ്ദേഹത്തിന്, ശരിക്കും പറഞ്ഞ ഒരു ആവശ്യമില്ല. ബോബി ചെമ്മണ്ണൂർ ഉണ്ടെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ബേസിക്കലി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാര്യത്തിൽ മമ്മൂട്ടിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ റഫീഖ് അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടിട്ട് ഇത് CPM കാരനാണെന്നോ CPMന്റെ ജില്ലാ സെക്രട്ടറി ആണെന്നോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാടുള്ള ആളുകൾക്ക് പോലും മനസ്സിലാവില്ല. പിന്നെ കേരളം മുഴുവൻ അത് കണ്ടാലും അത് മനസ്സിലാവില്ല. പക്ഷെ പാവം റഫീഖ് വിചാരിച്ചിട്ടുള്ള ഒരൊറ്റ കാര്യമാണ്, മമ്മൂട്ടിയെ പോലൊരു വലിയ മനുഷ്യൻ വരുന്നു, അപ്പൊ അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, ഞാൻ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ അവിടെ നിന്നത്. അല്ലാതെ മമ്മൂട്ടിയോടൊപ്പം നിൽക്കുമ്പോഴത്തേക്ക് നാളെ 150 കോടി പൈസ കിട്ടുകയോ പാർട്ടിയിൽ സീറ്റ് കിട്ടുകയൊന്നും ചെയ്യില്ല. അതായത് മമ്മൂട്ടിയുടെ കൂടെ റഫീഖ് നിൽക്കുന്ന ചിത്രം, നടന്നു വരുന്ന ചിത്രം, ഇതൊക്കെ റീൽസ് ഒക്കെ ആയിട്ട് എടുത്തിട്ട് LDFന്റെ കൂടെയാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് ഈ പദ്ധതിയൊക്കെ ഭയങ്കര രീതിയിൽ വൈറലാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇദ്ദേഹം എനിക്ക് പറയാൻ കഴിഞ്ഞൊരു കാര്യം, ഇദ്ദേഹം സ്വകാര്യ സന്ദർശനം ആരോടും പറയാതെ ആ ജസ്റ്റ് ഒന്ന് ഈ നല്ല പദ്ധതിയാണ്, അത് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ സർക്കാരിന് സാധിച്ചു എന്ന് പറയുന്നത് നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ജസ്റ്റ് വന്നൊന്ന് വിസിറ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശം മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഈ റഫീഖ് കൂടെ പല സ്ഥലങ്ങളിലും കൂടെ നിൽക്കുമ്പോഴാണ് ഒരു ഘട്ടം എത്തിയപ്പോൾ മമ്മൂട്ടി പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്നൊരു ധാരണ ആളുകൾക്ക് ഉണ്ടാവും, അതുകൊണ്ട് അങ്ങ് മാറി നിൽക്കുക. ഇതാണ് മമ്മൂട്ടി ടോട്ടലി ഉദ്ദേശിച്ചത്. അല്ലാതെ റഫീഖ് എന്ന് പറയുന്ന വ്യക്തിയെ അധിക്ഷേപിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചോ? എങ്ങനെയല്ല പറഞ്ഞത് അദ്ദേഹം, അതാണ് അതിന്റെ കുഴപ്പം. ഈ ഗൗതം കള്ളം പറയുമ്പോഴുള്ള ചിരിയാണെന്നല്ല ഭംഗിയാണ് ഒന്ന്. രണ്ടാമത്തെ കാരണം ഗൗതം പറഞ്ഞ ഏറ്റവും വലിയ തമാശ എന്താ പറയുക? ഒന്നാമത്തെ തമാശ അത് നമുക്ക് ആദ്യം ശരിക്കും വേറൊരു വീഡിയോ ആയിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. ഗൗതം പറഞ്ഞ തമാശയെ കുറിച്ച് ആരും അറിയാതെ വന്നതാണ് മാധ്യമങ്ങളെ കുട്ടി. അല്ല, ആരും അറിയാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകരം ലൈവ് ക്യാമറകൾ എന്റെ ഒപ്പം വേണം. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായില്ല? മനസ്സിലായില്ല. അതായത് ആരും അറിയാതെ എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റാരെയും അറിയിക്കാതെ ആ മമ്മൂട്ടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ആളുകൾ ഒത്തുകൂടും. എന്താണ് മീഡിയാസ് പേഴ്സണൽ. ഞാനൊരു കാര്യം താങ്കളോട് ഇവിടെ പബ്ലിസിറ്റി കൊടുക്കാതെ ഈ പ്രദേശത്ത് വന്നിട്ട് ആ പദ്ധതി പബ്ലിസിറ്റി കൊടുക്കാതെ വരുന്ന ഒരാളാണോ മറ്റേ മീഡിയകളായിട്ട് വരുന്നത്? ആണോ മീഡിയകളായിട്ട് വരുന്നത്? മീഡിയകളായിട്ടാണോ വന്നത്? പിന്നെ മീഡിയ ഉണ്ടായില്ലേ? അത് മീഡിയ സ്വാഭാവികമായിട്ട് അദ്ദേഹം അവിടെ സ്വാഭാവികമായിട്ട് ഒരിക്കലും ഇല്ല. മമ്മൂട്ടി രാവിലെ വരുമെന്ന് മീഡിയകളെ വിളിച്ചറിയിച്ചില്ലെങ്കിൽ ഒരു മീഡിയ പോലെ എത്താൻ പോകുന്നില്ല. മീഡിയ മറ്റേ മമ്മൂട്ടി വരുന്നുണ്ടെന്ന് അറിഞ്ഞ് പുറകെ ഒന്നും പോകാൻ പോകുന്നില്ല. കേരളത്തിൽ മമ്മൂട്ടി അങ്ങനെ ഒരുപാട് സ്വകാര്യ സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്റെ കയ്യിൽ ലിസ്റ്റുണ്ട്. മമ്മൂട്ടി എറണാകുളത്ത് വന്നിട്ട് പോകുന്ന നിരവധി സ്ഥലങ്ങളില്ല. അവിടെ ഒന്നും ഒരു മീഡിയയും ചെല്ലാറില്ല. മമ്മൂട്ടി ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കൃത്യമായ അജണ്ടയോടുകൂടി വിളിച്ചറിയിച്ചിട്ടാണ് മാധ്യമങ്ങൾ അവിടെ ചെന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞതുപോലെ റഫീഖിനോട് നിങ്ങൾ ഇങ്ങനെ എൻ്റെ കൂടെ എന്നാൽ നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് വിചാരിക്കില്ല റഫീഖ്, അതുകൊണ്ട് വേണ്ട പോയിക്കോളൂ എന്ന് പറയേണ്ട ആവശ്യം പോലും ഇല്ല. വളരെ സിമ്പിളായിട്ട് റഫീഖ് കുഴപ്പമില്ല, ഇനി ഞാൻ നോക്കിക്കോളാം, റഫീഖ് പോയിക്കോന്ന് തുടക്കത്തിൽ ഇദ്ദേഹത്തിന് പറയാം, അല്ലെങ്കിൽ അവിടെ വെച്ച് പറയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല.
അദ്ദേഹത്തിന്റെ രീതിക്കുള്ള കുഴപ്പമെന്ന് പറയുന്നത് മഹാനായ മമ്മൂട്ടി അറിയേണ്ട ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ മഹാനായ മമ്മൂട്ടി ഇങ്ങനെ എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ എന്റെ ഒപ്പം ചേർന്ന് കിടക്കണ എന്നാണ് ആദ്യം ചോദ്യം. ആ ചോദ്യം ഒഴിവാക്കിയിട്ട് ഗൗതം പറഞ്ഞ പോലെ ചേർന്ന് നടക്കുന്ന നിങ്ങൾ എന്തിനാണ് എന്റെ കൂടെ നിങ്ങൾ എന്തിനാണ് എന്റെ കൂടെ തന്നെ നടക്കുന്നത് എന്ന് പറയുന്ന ചോദ്യത്തിന് ഒരു ആവശ്യവുമില്ല. കാരണം ഒരു മിനിറ്റ്, അത് മാത്രമല്ല, ഞാൻ ഗൗതത്തെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ ഗൗതം ചെന്നോ ഞാൻ വിളിക്കാന്ന് പറയാം. അത്രയുള്ള പ്രശ്നം. സാറേ ഞാനൊരു കാര്യം പറയട്ടെ, സാറ് പറഞ്ഞത് പലതും ശരിയാണ്. പക്ഷെ അതിലൊരു ചെറിയൊരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് മുഴുവൻ കോണ്ടെക്സ്റ്റും നമ്മൾ കാണേണ്ടത്. അയാളെ വ്യക്തിപരമായിട്ട് ഇടക്കൊരു കാര്യം പറഞ്ഞു. അപ്പൊ ആദ്യം തന്നെ മമ്മൂട്ടി ആരെയും അറിയിക്കാതെ എത്തിയതാണെന്നുള്ളത് മാറിയല്ലോ. ഇനി ബാക്കി പറഞ്ഞു. അല്ല, അങ്ങനെയാണ് മാധ്യമങ്ങളിൽ പല സ്ഥലങ്ങളിലും വരുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ താങ്കൾ ക്ലിയർ ചെയ്തല്ലോ, നമ്മൾ ഇതെന്ന് പറയുന്നത് പെട്രോൾ പമ്പ് വെച്ച് കണ്ടു. അത് ആരറിയിക്കാതെ എത്തിയത്, കാരണം പുള്ളി പെട്രോൾ അടിക്കാതെ എത്തിയതാണ്. ഇവിടെ അല്ലാതെ ഈ മാധ്യമങ്ങളെ വിളിക്കാതെ ഒരിക്കലും ഒന്നിൽ കൂടുതൽ ഒരിക്കലും എന്ത് ചെയ്യില്ല കേരളത്തിലെ. ഒന്നാമത്തെ കാര്യം, ഇത് അനാവശ്യപരമായിട്ടുള്ള വിവാദമാണ് എന്നുള്ളതാണ്. പക്ഷെ ആ വിവാദം കൊണ്ട് സർക്കാരിന് ഇപ്പം മന്ത്രി പി രാജീവ് ഒക്കെ പറഞ്ഞതുപോലെ എന്താണ് വലിയ ഗുണം സർക്കാരിന് ലഭിച്ചു. ഈ പദ്ധതിയെ കുറിച്ചൊക്കെ ആളുകൾക്ക് അറിയാൻ പറ്റി എന്നുള്ളൊരു നല്ല കാര്യം തന്നെയാണ്. ഇവിടെ എന്തിനാണ് അനാവശ്യമായിട്ട് ഇപ്പം നേരത്തെ തന്നെ പൊതുവേദിയുമായി ബന്ധപ്പെട്ടിട്ട് മമ്മൂട്ടി നേരത്തെയും വിമർശനം നടത്തിയിട്ടുണ്ട്. ലീഗിലെ മന്ത്രിയായിരുന്ന വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുറബ് വിളക്ക് കത്തിക്കാൻ അയാൾക്ക് മടിയായിരുന്നപ്പോൾ അങ്ങനെ പാടില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണം മമ്മൂട്ടി നടത്തിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തില് എല്ലാവരുടെയും കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം മമ്മൂട്ടി എപ്പോഴും എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട്. ഈ അബ്ദുറബ് വിളക്ക് കത്തിക്കുമ്പോൾ മമ്മൂട്ടി എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ട്? സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. അല്ല, ഇതിനെ ഒരു വിളക്ക് കത്തിക്കുന്ന ആചാരം ഒരു മതത്തിന്റെ ഭാഗമായി കാണേണ്ടതില്ല എന്നാണ്. അബ്ദുറബ് എന്ന് പറഞ്ഞൊരു പേര് പോലും പുള്ളി പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അത് ഒരു മതപരമായ ആചാരമായി കാണേണ്ടതില്ല എന്ന് അന്നത്തെ പൊതുസമൂഹത്തിൽ പി കെ അബ്ദുറബ് മന്ത്രിയായിരുന്നു. ഏത് കാലഘട്ടത്തിലാണെന്ന് കൂടി ഗൗതമത്തെ ആലോചിക്കണം. വിദ്യാഭ്യാസ മന്ത്രി അതെന്താണെന്ന് കൂടി ഗൗതമത്തെ ആലോചിക്കണം. അതായത് പി കെ എന്നായിരുന്നുള്ള പ്രാധാന്യമുണ്ട്. ഈ 20 കൊല്ലത്തിന് ഇടക്ക് നിരവധി വെള്ളം ഒഴുകി പോവുകയും കേരളത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പോലും നടത്തിയിട്ടില്ല മമ്മൂട്ടി. ഇതെല്ലാം ഞാൻ വിടാം. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, ആരായാലും അവരെ വെറുതെ വിടരുത്, ഗവൺമെന്റ് അടിയന്തരമായി നടപടിയെടുക്കണം എന്നൊരു വാക്ക് മമ്മൂട്ടിയുടെ ഇന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പറയണം മമ്മൂട്ടി, തീർച്ചയായിട്ടും പറയണം. കാരണം മമ്മൂട്ടിയുടെ താങ്കൾ നാടകത്തിൽ അഭിനയിക്കുകയാണെങ്കിൽ നാടകത്തിൽ ഒരു വൃത്തികേട് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു താങ്കളൊന്ന് പ്രതികരിക്കണ്ടേ? പ്രതികരിക്കണമെന്ന് കേരള സമൂഹം ആഗ്രഹിക്കില്ലേ? ഒന്ന്. ഇനി ഇത് പോട്ടെ. രണ്ടാമത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തോന്നിയ റിപ്പോർട്ട് വന്ന കാര്യം മമ്മൂട്ടി ഇതുവരെ അറിഞ്ഞിട്ടില്ല. പുള്ളി അറിഞ്ഞിട്ടില്ല. കാരണം പുള്ളി അന്നേരം നിക്കരാഗുവിലായിരുന്നു, റേഞ്ച് കിട്ടാത്തടുത്തായിരുന്നു. എന്റെ പൊന്നു ഗോത, ഇതിൽ ഒറ്റ കാര്യമുള്ളൂ എനിക്ക് ജനങ്ങളോടെ പറയാനുള്ളത്. മമ്മൂട്ടിയെ പോലൊരാൾ ഇങ്ങനെയൊക്കെ പെരുമാറും പ്രതികരിക്കുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. എനിക്കൊരൊറ്റ കാര്യമുള്ളൂ, റഫീഖ് അവിടെ കൂടെ വന്നിരുന്നെങ്കിൽ അത് CPM ആളാണെന്ന് അറിയണമെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഫീഖിന്റെ മുതുകത്ത് വല്ല CPM അടിച്ചു നോക്കണമായിരുന്നു. അല്ലാതെ CPM ആളാണ് റഫീഖ് എന്ന് യഥാർത്ഥത്തിൽ കേരളത്തിലെ ബാക്കി ഈ പറഞ്ഞ 13 ജില്ലകളിലെ പ്രവർത്തകർക്ക് പോലും അറിയില്ല. യഥാർത്ഥത്തിൽ അവിടെ ജില്ലാ സെക്രട്ടറി ആയപ്പോൾ റഫീഖ് വരെ ഞെട്ടിയതാണ്. കാരണം പെട്ടെന്ന് ഒരു ദിവസം ജില്ലാ സെക്രട്ടറി ആയപ്പോൾ, കാരണം DYFയുടെ ജില്ലാ സെക്രട്ടറി ആയത് പാവം. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തെ ആക്കിയത് തന്നെ. അതുകൊണ്ട് അത്രമാത്രം പോപ്പുലർ ആയിട്ടുള്ള ഒരാളല്ല. പിന്നെ മമ്മൂട്ടിക്ക് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, മമ്മൂട്ടി പെട്ടെന്നൊക്കെ ഈ പറയുന്ന പോലെ ചില വിവരക്കേടൊക്കെ പറയുന്ന ഒരാളാണ്. കാരണം ഈ ചില സുരേഷ് ഗോപിയെ പോലെ അല്ല, അത്രയും വിവരക്കേട് പറയാറില്ല കേട്ടോ, അത് കറക്റ്റാണ്. സുരേഷ് ഗോപിയുടെ പറയരുത്. പക്ഷെ പകരം ഈ പ്രോഗ്രാമിലൊക്കെ വന്നിരുന്നിട്ടും സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ അവിഞ്ഞ ഡയലോഗുകളൊക്കെ ഇദ്ദേഹം സ്വാഭാവികമായിട്ടും പറയാറുണ്ട്. മനസ്സിലായ? നിനക്ക് മുടിയില്ലാത്തവനല്ലേ എന്നൊക്കെ ഇവരെ കുറിച്ചോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് പുള്ളി പിൻവലിക്കുകയും അപ്പുറേ. അപ്പൊ അത്തരത്തിൽ അവിഞ്ഞ ഡയലോഗ് പറയേണ്ട. അതുപോലെ ചില സ്പോണ്ടേനിയസ് ആയിട്ടുള്ള വിവരക്കേടുകൾ പറഞ്ഞു പോകുന്ന ഒരാളാണ്. അത്രയും കണ്ടാൽ മതി. അത്രയും കണ്ടാൽ മതി. അല്ല ഇപ്പോഴും ഞാൻ പറയണം, പൊളിറ്റിക്കലി കറക്റ്റ് ആവുകയല്ല എന്നുള്ളത് വേറെ കാര്യമാണ്. അതൊക്കെ വേറെ ഡിഫറെന്റ് ഇഷ്യൂ ആണ്. ഞാൻ മൊട്ടയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അല്ല, അത് പുള്ളി പറഞ്ഞതാണ്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അതിന് പുള്ളി എന്ത് ചെയ്തു? സോറി പറഞ്ഞു. അപ്പൊ അതുപോലെ അത് പുള്ളി ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ക്യാരക്ടറിലുള്ളതല്ല. പുള്ളി മനഃപൂർവ്വം കോമഡി പറയാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്ന രംഗമാണ്. അതായത് എല്ലാ പ്രൊമോഷണൽ ഈ ഇതിന്റെയൊക്കെ പ്രൊമോഷണൽ വീഡിയോ എടുത്തു നോക്കിക്കോ, പുള്ളി ഒരുപാട് കോമഡി പറയുകയും തമാശ പറയുകയും പുള്ളി എന്ത് ചെയ്യും ഇവരായിട്ടിരുന്ന് വെറുതെ വളിച്ച ഡയലോഗുകളൊക്കെ ചെയ്യുന്നത് കാണാം. അപ്പൊ അതുപോലെയുള്ള ഒരു ഡയലോഗായിട്ട് ഇത് കണ്ടാൽ മതി. മമ്മൂട്ടിയോട് വലിയ ദേഷ്യമൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ പുള്ളിയുടെ ഇന്ന് പ്രതീക്ഷിക്കാനുള്ളൂ. അല്ലാതെ അതിനും അപ്പുറത്തേക്ക് വളരെ വിശാലമായിട്ടുള്ള വളരെ ഉന്നതരായിട്ടുള്ള മനുഷ്യരായിരിക്കും നടന്മാർ എന്നുള്ളതൊന്നും നമ്മൾ വിചാരിച്ചു കളയേണ്ട. നടന്മാരുടെ സംഘടനയിൽ നിന്നും നടന്മാരുടെ കയ്യിൽ ഇത്ര വിചാരിക്കാനുള്ളൂ. ശരി, അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്, മമ്മൂട്ടിക്ക് അഹങ്കാരമുണ്ട്,
ആ അഹങ്കാരവും അല്ല, ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, ഞാനത് അംഗീകരിക്കാം, ഒരു വാദത്തിന് അത് അംഗീകരിക്കാം. മമ്മൂട്ടിക്ക് അഹങ്കാരമുണ്ട്, റഫീഖിനോട് മമ്മൂട്ടി ചെയ്തത് തെറ്റായിപ്പോയി, കുറച്ചും കൂടി മര്യാദയായിട്ട് പെരുമാറായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു പല രീതിയിലും അഹങ്കാരം കാണിക്കുന്ന, വേണ്ടാത്ത രീതിയിൽ പെരുമാറുന്ന, തല തൊട്ടപ്പനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഉള്ള ഒരു നാട് കൂടിയാണ്. അപ്പോ അതായത് കടക്ക് പുറത്ത് എന്നുള്ള പരാമർശം, അതേപോലുള്ള മൈക്കൊക്കെ അറിയാത്ത രീതിയിൽ ഒരു പ്രശ്നമായപ്പം അതിനോട് കാണിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് പ്രതികരണം, അപ്പൊ അതൊക്കെ ഒരു പക്ഷേ മമ്മൂട്ടി കണ്ടുപഠിച്ചിട്ടുണ്ടാവാം. ശരി. അപ്പൊ മറ്റേ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ തള്ളുന്ന തീർച്ചയായിട്ടും സംഘികളാരും കണ്ടിട്ടില്ല. അല്ല, അത് കണ്ടിട്ടില്ലേ? താങ്കളല്ല ചോദിച്ചത്. ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരു കാര്യമുള്ളൂ, മാധ്യമ പ്രവർത്തകർ ഞാൻ ചോദിച്ചത്, ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ കാര്യം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ അതെന്താ കേൾക്കാം, ചിരിക്കാതെ, അത് കുഴപ്പമില്ല, ചിരിച്ചോളൂ, കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു മനുഷ്യനെതിരെ വസ്തുതാപരവും അല്ലാത്തതുമായിട്ടുള്ള നിരവധി വിമർശനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ. ഒരു കാലത്തും അദ്ദേഹം അതിന്റെ പരിലാളനകളിൽ ജീവിച്ച ഒരാളല്ല. മനസ്സിലായോ? യഥാർത്ഥത്തിൽ മലപ്പുറം സമ്മേളനം നടക്കുമ്പോൾ VS അച്യുതാനന്ദനും പിണറായി തമ്മിൽ മത്സരിക്കുമ്പോൾ പിണറായി ഇത് കഴിഞ്ഞാൽ വീട്ടിൽ പോയിരിക്കും എന്നെഴുതിയ പത്രമാണ് മനോരമ പത്രം പോലെയുള്ള ആളുകളൊക്കെ തന്നെ. അതിനുശേഷം യഥാർത്ഥത്തിൽ എന്ത് ചെയ്തു, ഈ പറയുന്ന മിന്നൽ പിണറായി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പിന്നെ അവര് മറ്റേ വലിയ ഹെഡിങ് കൊടുത്തിരുന്നു. കാരണം പിണറായി തന്നെ പക്ഷം ജയിച്ചപ്പോൾ. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അത്തരം കാര്യങ്ങൾ ഒരു മനുഷ്യൻ എന്നുള്ളതൊക്കെ അദ്ദേഹത്തെയും സ്വാധീനിച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഒരു പൊതു പരിപാടി ഒന്ന്, രണ്ടാമത്തേന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ പരിപാടിയിലേക്ക് മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനമില്ലായിരുന്നു. ആ പ്രവേശനം ഇല്ലാതിരുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം, ഒരാളുടെ പ്രൈവസികളിലേക്ക് ഇവർ തള്ളിക്കയറേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിൽ പോലും പിണറായിയെ പോലുള്ള അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, കുറച്ചുകൂടി മര്യാദക്ക് പറയാം എന്ന് തന്നെ. തീർച്ചയായിട്ടും അല്ല, കടക്ക് പുറത്ത് അദ്ദേഹത്തിന്റെ ഒരു ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഒരാള്, അതായത് 51 വെട്ടുവെട്ടി ഇല്ലാതെ വളരെ മോശമാണ്. ഇതെനിക്കറിയാം, ഞാൻ ഇതിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഗൗതം. എനിക്ക് പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് കോൺഗ്രസിന്റെ പക്ഷമില്ല, എനിക്ക് CPM-ന്റെ പക്ഷമില്ല. കാര്യമുള്ളൂ, മമ്മൂട്ടി പറയുമ്പോ കുഴപ്പമില്ല, എന്ത് ചെയ്യണം, മറ്റേ പിണറായി പറയുമ്പോ കുഴപ്പമാണ്. ഏതെങ്കിലും ഒന്നിൽ പെടുത്താൻ നോക്കണം. അല്ല, താങ്കള് എന്തിൽ പെടുത്തിയാലും കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഇതിന്റെ പശ്ചാത്തലം നോക്കിയാൽ ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ വസ്തുതാപരമല്ലാത്ത പല വിമർശനങ്ങളും നടത്തിയിട്ടുള്ള ഒരാളാണ്. അത് സ്നേഹമുള്ള ആളുകളോട് പോലും പിണറായി നടത്താറുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം, MP നികേഷ് കുമാർ പിണറായി ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇരുന്നു. ഓക്കെ, നിങ്ങളുടെ ചട്ടത്തരത്തിന് ഞാൻ ഇതിനെ മറുപടി ചോദിച്ചു, എപ്പോഴെങ്കിലും ആത്മവിമർശനം നടത്തിയിട്ടുണ്ടോ? അപ്പൊ അല്ല, അത് അദ്ദേഹം കൃത്യമായി എന്ത് ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെ പറയുന്ന രീതികളുള്ള ഒരാളാണ്. ഇനി ഇത് പിണറായി മാത്രമല്ല, VS അച്യുതാനന്ദൻ, ലതിക സുഭാഷിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ അതൊക്കെ തന്നെ പല അവസ്ഥകളിലും ഇവർക്കൊക്കെ തന്നെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അങ്ങനെ തെറ്റുകൾ പറ്റാവുന്ന സാധാരണ മനുഷ്യരാണ് ഇവർ എന്നുള്ളത് കൂടി നമ്മുടെ പൊതുജനം മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ മമ്മൂട്ടി മറ്റേ സ്ക്രീനിൽ കാണുന്ന ക്യാരക്ടറാണെന്ന് വിചാരിക്കരുത്. ശരി, സാറ് പറഞ്ഞതൊക്കെ വ്യക്തമായി. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നിർത്താം. ഈ പദ്ധതി മമ്മൂട്ടി പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഇത് ജനങ്ങളുടെ പദ്ധതിയാണ്. ഇത് LDF-ന് മാത്രമായിട്ട് തീരെഴുതി കൊടുക്കാൻ പറ്റില്ല. എല്ലാവരുടെയും ടാക്സ് ഉപയോഗിച്ചു കൊണ്ടിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ജാതി മതഭേദമന്യേ ആ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാനായിട്ട് UDF-കാരും BJP-കാരും CPM-കാരും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ പറഞ്ഞിട്ടുള്ളത് മോദി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, മോദി ഹൈവേ പണിതിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ താങ്കൾ പറഞ്ഞിട്ടില്ല, എന്റെ ഇതേ എനിക്ക് ഓരോ ഓർമ്മക്കുറവില്ല. ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു വാചകം താങ്കളോട് ചോദിക്കുന്നു, ഇനി ഇത് പോട്ടെ, താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കും. ഈ നമ്മളെങ്ങനെയാണ് പിണറായി കാലത്ത് വികസനം ഉണ്ടായില്ലേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഒരു കളക്ടർ, ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞു. എന്റെ ചോദ്യം, ഒരു കളക്ടർ നന്നായി ഭരിച്ചിരുന്നു നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? സ്വന്തം വീട്ടിൽ നിന്ന് കാശെടുത്ത് കൊണ്ടത് പുള്ളി എല്ലാവർക്കും കൊടുത്തിട്ടാണ്. എന്റെ പൊന്നു സുഹൃത്തെ, ലോകത്തെല്ലായ്പ്പോഴും ഉണ്ടാകുന്നൊരു കാര്യം, അത് ജനങ്ങളുടെ പണമാണ്, നമ്മൾ ടാക്സ് കൊടുത്തിട്ടുള്ള പണമാണ്. ആ പണം കൊടുത്ത് MLA-മാർ 5 കോടി രൂപ ഫണ്ട് മുടക്കി പണിയുന്ന കെട്ടിടങ്ങളുടെ മുകളിലാണ് ഇത് MP K കരുണാകരൻ വക എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്നത്. അത് നടക്കുന്ന ഒരു നാടാണ് നമ്മുടെ. ഒരൊറ്റ പ്രശ്നമുള്ളൂ, ആ പണം ആരാണ് ഫലപ്രദമായി കൃത്യമായി ഉപയോഗിക്കുന്നത്? അവൻ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മെറിറ്റ് അർഹിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ബഹുമതി അർഹിക്കുന്നുണ്ട്. ലോകത്തെല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ലാതെ അത് ജനങ്ങളുടെ പണമാണെന്ന് പറഞ്ഞാൽ എല്ലാം ജനങ്ങളുടെ പണമാണ്.
കരുണാകരനാണ് യഥാർത്ഥത്തിൽ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ താങ്കൾ എതിർത്തില്ല. കരുണാകരനാണ് സ്റ്റേഡിയം കൊണ്ടുവന്നത്, കരുണാകരനാണ് എയർപോർട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ താങ്കൾക്ക് എതിർപ്പില്ല. അപ്പൊ അത് ജനങ്ങളുടെ പണമാണ്. ഇവിടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ ഈ ടൗൺഷിപ്പ് പ്രൊജക്ട് പൂർത്തിയാക്കാൻ LDFന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് മാത്രമല്ല, പക്ഷേ അതാണ് അതിന് ചെറുതാക്കുന്നത്. ഇത് മമ്മൂട്ടിയെ പോലുള്ള ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് അയാളെ കാണുന്നത് ഏതെങ്കിലും LDFകാരോ CPMകാരോ മാത്രമല്ല, എല്ലാവരും അദ്ദേഹത്തെ കാണുന്നുണ്ട്. എല്ലാ ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ മാത്രമേ അങ്ങനെ ഒരു സെലിബ്രിറ്റിക്ക് എടുക്കാൻ പറ്റുള്ളൂ. സെലിബ്രിറ്റി ഏത് പൊസിഷൻ വേണമെങ്കിലും എടുത്തോട്ടെ, അതിനൊന്നും നമ്മൾ പിന്നെ നമ്മളോട് അദ്ദേഹം പെരുമാറിയ രീതി ശരിയായില്ല എന്ന് മാത്രമേ ഞാൻ ഇതിനകത്ത് പറഞ്ഞുള്ളൂ. പിന്നെ മമ്മൂട്ടിയുടെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളത് കൂടി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുള്ളൂ. മമ്മൂട്ടിയുടെ ഒപ്പം നടക്കുന്നത് ആന്റോ ജോസഫാണ്. ആ പരിപാടിയിൽ പോലും ആന്റോ ജോസഫ് അടുത്ത തവണ സ്ഥാനാർത്ഥിയാണ്. പിന്നെ മറ്റു പല സ്ഥാനാർത്ഥികൾക്കും വേണ്ടി അദ്ദേഹം പ്രചരണത്തിന് പോലും വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഗൗതം പറഞ്ഞ പോലെ ചെറുതായി കാണേണ്ട ഒരു ടൗൺഷിപ്പ് അല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ലാത്ത വിധം വലിയൊരു നാച്ചുറൽ കലാമിറ്റിയിൽ അകപ്പെട്ടു പോയ 400-ലധികം വരുന്ന വീടുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചിട്ടുള്ള ഒരു ടൗൺഷിപ്പ് പദ്ധതിയാണ്. അത് ജനങ്ങളുടെ പണമെടുത്താണ് നടപ്പിലാക്കിയത് എന്നുണ്ടെങ്കിൽ പോലും 2 കൊല്ലത്തിനകം അത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുകയും അത് മനോഹരമായി പ്ലാൻ ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്ത ഗവൺമെന്റ് കൃത്യമായ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അല്ലാതെ അതിനും അപ്പുറത്തേക്ക് ഇത് ജനങ്ങളുടെ പണമല്ല, വേറെ ആരുടെയെങ്കിലും പണമാണ് എന്നുള്ളതൊന്നും ആരും പറഞ്ഞില്ല. ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഇതാണ് പ്രശ്നം. LDF എത്രയും പെട്ടെന്ന് ഈ പദ്ധതി പൂർത്തിയാക്കാൻ സാധിച്ചു, അവർക്ക് ഞാനൊരു കയ്യടി കൊടുക്കുന്നു എന്ന് മമ്മൂട്ടി പറയണമായിരുന്നു. വേണ്ട, മമ്മൂട്ടി അത് മമ്മൂട്ടി പറഞ്ഞില്ലെങ്കിൽ മമ്മൂട്ടി പറഞ്ഞില്ല. പ്രശ്നം അല്ല, മമ്മൂട്ടി ഇതൊക്കെ താങ്കളുടെ എന്റെ വായിൽ തിരികണ്ട, താങ്കളുടെ പാചകം ജനങ്ങൾക്ക് ബോധ്യമാകുന്നു. വളരെ സെൻസിബിൾ ആയിട്ട് കാര്യങ്ങളെ കാണുന്നു. മമ്മൂട്ടി പറഞ്ഞാലും ഇല്ലെങ്കിലും കേരളത്തിൽ ഒരു ഗവൺമെന്റ് ചെയ്യാത്ത പോലെ ചരിത്രത്തിൽ മമ്മൂട്ടി പറയണമെന്നില്ല. മമ്മൂട്ടിയുടെ ഭാഗമായിട്ട് മമ്മൂട്ടിക്ക് ഇപ്പൊ എന്റെ അത്ര പോലും ഇതിനെ കുറിച്ച് അറിവുണ്ടാവണോ എന്ന് യാതൊരു നിർബന്ധമില്ല. ഇപ്പൊ ഞാൻ ഇറാഖ് പ്രശ്നത്തിനെ കുറിച്ച് ഞാൻ പറയുന്ന ഇവിടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സച്ചിദാനന്ദ മാഷെ പോലുള്ള ആളുകൾ, അതേപോലെ കൽപ്പറ്റ നാരായണ മാഷെ പോലുള്ള ആളുകൾ തുടർ ഭരണം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വലിയ അപകടത്തിലേക്ക് കേരളം പോകുമെന്ന് ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തകർ ചിന്തിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് മമ്മൂട്ടി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ ഇത് ഒരു ചെറിയിപ്പിക്കും കൊണ്ട് ഗൗതത്തിന്റെ അത് ഗൗതം രാവിലെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് ഇപ്പൊ ഞാൻ കുറച്ച് വൈകിയതുകൊണ്ട് ആ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ചർച്ചയിലേക്ക് വരുമ്പോ എല്ലാവർക്കും ഉള്ള ഒരു ചെറിയ കാര്യമുണ്ട്. കാരണം അവര് പഠിച്ചു വെച്ചത് മുഴുവൻ പറഞ്ഞിട്ടേ ബാക്കിയുള്ളത് എന്തുള്ളൂ, ആളുകൾ കൊണ്ട് പറയിപ്പിക്കുള്ളത് ഒരു ധാരണയുണ്ട്. ഞാനിപ്പോ പേരൊന്നും പറയുന്നില്ല, ചില ചാനൽ ചർച്ചകളെ കാണുമ്പോൾ നമുക്കറിയാം. ഇതിൽ പ്രധാനപ്പെട്ട ഒറ്റ വിഷയമുള്ളൂ ഗൗതം ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ കൽപ്പറ്റ നാരായണൻ ആരാണെന്ന് ഇത് പബ്ലിക്കിനോട് പറഞ്ഞില്ലെങ്കിൽ ജനത്തിന് മനസ്സിലാവില്ല. സച്ചിദാനന്ദൻ ഭാഷയൊന്നും ഇവിടെയുള്ള മഹാഭൂരിപക്ഷം ജനത്തിനൊന്നും അറിയില്ല. പക്ഷെ ഗൗതം വിട്ടുകളഞ്ഞൊരു കാര്യമുണ്ട്. എം മുകുന്ദൻ എന്താ പറഞ്ഞത്, ബാക്കിയുള്ള ഈ പറഞ്ഞ KR മീര എന്താ പറഞ്ഞത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഗൗതം പറഞ്ഞാൽ നല്ലതായിരിക്കും. മനസ്സിലായ? അല്ല അത് പുച്ഛിച്ചള്ളി അല്ല, ഇത് ഈ പറയുന്ന കാര്യമാണ്. പിന്നെ താങ്കൾക്ക് ഇഷ്ടമുള്ളത് മാത്രം സെലക്ട് ചെയ്യുന്നു എന്നുള്ളതിലൊന്നും കാര്യമില്ല. പിന്നെ മമ്മൂട്ടി വന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ടൗൺഷിപ്പ്, അതിന് ഞാൻ എന്ത് നഷ്ടം എനിക്കുണ്ടായാലും പറയും, അത് ഗംഭീരമായി നടപ്പിലാക്കുകയും യഥാർത്ഥത്തിൽ അത് നടപ്പിലാക്കാനുള്ള ഒരു ബെഞ്ച് മാർക്കായി കേരളത്തിൽ തീരുകയും ഇനി ഒരു ഗവൺമെന്റുകൾക്കും ഇത്തരത്തിൽ പുനരധിവാസ പദ്ധതികളിൽ നിന്നും ഒളിച്ചോടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു രംഗം സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളത് മമ്മൂട്ടി വന്നില്ലെങ്കിലും, മോഹൻലാൽ വന്നില്ലെങ്കിലും, അമിതാഭ് ബച്ചൻ വന്നില്ലെങ്കിലും, ഷാരൂഖ് ഖാൻ വന്നില്ലെങ്കിലും ജനത്തിനറിയാം. കാരണം അവിടെ ജനം ഇതല്ല, പരസ്യം കൊടുത്തില്ലെങ്കിലും കാരണം ജനം ഇതൊക്കെ കണ്ടോണ്ടിരിക്കും. പിന്നെ പരസ്യമൊക്കെ വെറുതെ കൊടുത്തതാണെന്നാണ് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ്. അതിലൂടെ തന്നെ ഇതെല്ലാം ജനത്തിന് അറിയാമെന്ന് പറയുമ്പോൾ താങ്കൾ അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന എന്തിനാ? പരസ്യത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ്. ഇതിലും ഭേദം ഗൗതമുണ്ടല്ലോ, ഒരു എസ് എഴുതുന്ന അതല്ലേ, അതായത് പശുവിനെ കുറിച്ച് ഒരു എസ് എഴുതാൻ പറയുമ്പോൾ പശുവിനെ കൊണ്ടുപോയിട്ട് തെങ്ങി കെട്ടിയിട്ട് തെങ്ങിനെ കുറിച്ച് എഴുതിക്കോളൂ. ഞാൻ വേണമെങ്കിൽ കേട്ട് നിൽക്കാം ഇവിടെ, ഞാൻ ഈ കൈയിട്ട് ഇവിടെ കുഴപ്പമില്ല. കാരണം ഗൗതം എന്തൊക്കെയാണ് ഈ പറയുന്നത്? താങ്കൾ പറഞ്ഞു ഇതൊന്നും ഒരു പരസ്യം കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞു. പരസ്യം ഇവരൊന്നും താങ്കൾ പറഞ്ഞു മമ്മൂട്ടി വന്നില്ലെങ്കിലും മോഹൻലാൽ വന്നില്ലെങ്കിലും അവര് വന്നില്ലെങ്കിലും ഇവര് വന്നില്ലെങ്കിലും ജനത്തിന് അറിയാം. അത് വേറെ അർത്ഥം മമ്മൂട്ടി വന്നില്ലെങ്കിലും സെലിബ്രിറ്റിന്റെയോ അല്ലെങ്കിൽ പരസ്യത്തിന്റെയോ ആവശ്യമില്ല. ജനങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്നു. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അല്ല അങ്ങനെയില്ല, ഞാൻ പറഞ്ഞു അങ്ങനെ താങ്കൾക്ക് വേണമെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ അത് എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ PRD പരസ്യമായിട്ട് ഞാൻ ആദ്യം ഗൗതത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഗൗതം എന്ത് ചെയ്യുക, മറ്റേ ഗോമൂത്രവും ചാണകവും കഴിക്കുന്ന അവസാനിപ്പിച്ച ഈ പ്രശ്നം തീരും.
ഞാൻ ഗൗതത്തോട് ആകെ വാദങ്ങൾ പൊളിയുമ്പോൾ താങ്കൾ ഇത്തരത്തിലുള്ള വാദം പൊളിഞ്ഞത് ആരുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. താങ്കൾ ഇവിടെ ഗോമൂത്രത്തിന്റെയും ഈ സാധനം ഉപയോഗിക്കേണ്ട ആവശ്യം നിലവിൽ ഇവിടെ വരുന്നില്ല. അല്ല ഞാൻ സാറേ നമുക്ക് ഒറ്റ കാര്യമേ അറിയത് ഗൗതം നേരത്തെ പറഞ്ഞ പോലെയുള്ള വാചകമാണ് ഞാനിപ്പോ പറഞ്ഞത്. അതായത് ഇതുവഴി ബന്ധമില്ലാത്തൊരു കാര്യം കാര്യമാണ് പറഞ്ഞത്. ഗൗതം ഞാൻ ഒറ്റ കാര്യമുള്ളൂ. ഇനി ഗൗതത്തിന് ഞാൻ മിണ്ടാതിരുന്നരാം. ഗൗതം അരമണിക്കൂർ വേണമെങ്കിൽ ഈ വീഡിയോയിൽ ഒരു കാര്യം ചെയ്യൂ, പശുവിനെ കുറിച്ചൊരു ഉപന്യാസം എഴുതൂ. ആ ഉപന്യാസം തെങ്ങിനെ കുറിച്ചായാൽ നല്ലത്. ഇത് പരസ്യത്തിലേക്ക് കൊടുക്കണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, മമ്മൂട്ടി അവിടെ ചെന്ന് കണ്ടില്ലെങ്കിലും മമ്മൂട്ടി പറഞ്ഞില്ലെങ്കിലും ഇത് കേരളം ഉറ്റുനോക്കുന്ന ഒരു പദ്ധതിയാണ്, മനോഹരമായ ഒരു പദ്ധതിയാണ്. അത് ഗവൺമെന്റ് പരസ്യം ഇനി കാണാത്തവരിലേക്ക് പരസ്യം കൊടുത്തുകൂടി എത്തിക്കുന്നുണ്ട്. അത് പരസ്യം കൊടുത്ത് എത്തിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള അർഹതയും ആ ഗവൺമെന്റിനുണ്ട്. അത് യഥാർത്ഥത്തിൽ മറ്റൊരു വലിയ ചോദ്യം കൂടി ഉയർത്താൻ പോവാണ്. ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറയുന്ന പ്രതിപക്ഷമടക്കമുള്ള ആളുകൾക്ക് വലിയ ഉത്തരം മുട്ടിക്കുന്ന കാര്യങ്ങൾ കൂടി അതിനകത്തുണ്ട്. വരാനിരിക്കുന്ന നാളുകളിൽ അതുകൂടി കാണേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും. എന്തായാലും താങ്കൾ പറയുന്നത് മമ്മൂട്ടി ഒരു അഹങ്കാരിയാണ്, അദ്ദേഹം പറഞ്ഞില്ല, അദ്ദേഹം കാണിച്ചത് അപമര്യാദയാണ്. മമ്മൂട്ടി ഞാൻ നേരത്തെ ഇടക്ക് പറഞ്ഞല്ലോ, മമ്മൂട്ടി അഹങ്കാരിയാണെന്ന് ഞാൻ പറഞ്ഞു വേണ്ടെങ്കിൽ അതേ പറ്റി വിളിക്കുന്നു. മമ്മൂട്ടി അഹങ്കാരിയാണെന്നുള്ള അഭിപ്രായം ഒരിക്കലില്ല. മമ്മൂട്ടി ആ റഫീഖിനോട് കാണിച്ചത് ഒരു മര്യാദയുള്ളൂ. അതിൽ എന്താണ് മമ്മൂട്ടിയെ പോലെ 73 വയസ്സുള്ള ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ എന്താണ് ഈ പറയുന്ന പോലെ ഭീഷ്മ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ വന്നിരുന്ന പോലെയുള്ള ഡയലോഗ് ഒന്നും കാച്ചരുത്. പകരം എന്ത് ചെയ്യാം, റഫീഖ് എന്ന് പറഞ്ഞ പാവം മനുഷ്യൻ യഥാർത്ഥത്തിൽ മമ്മൂട്ടിയോടുള്ള ആരാധന കൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു വിനേഷായി അവിടെ നിന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്ര വിനയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി റഫീഖിനോട് എനിക്ക് പറയാനുള്ളത്, റഫീഖും ഒരുപോലെയാണ്, മമ്മൂട്ടിയും ഒരുപോലെയാണ്. പുള്ളി ഒരു നടനായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബീങ് എ മനുഷ്യൻ നമ്മളെല്ലാം ഈക്വൽ ആണ് എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് റഫീഖ് കൂടി എത്തണം. അതാണ് ചെയ്യാനുള്ളത്. എന്തായാലും എനിക്കിതിൽ മമ്മൂട്ടിയോട് പറയാനുള്ള അല്ലെങ്കിൽ ഇതിലൂടെ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂട്ടി കുറച്ചും കൂടി സത്യപക്ഷത്ത് നിന്നു അടിമത്വം കാണിക്കാതെ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഏതെങ്കിലും വിഭാഗത്തിൻ്റെതല്ല എന്നാണ് മമ്മൂട്ടി പറയാൻ ശ്രമിച്ചത്. മമ്മൂട്ടി അത് നേരത്തെയും പൊതുവേദികളിൽ പ്രകടമാക്കിയിട്ടുള്ളതാണ്. അതാണ് ഞാൻ എല്ലാ നമ്മൾ തമ്മിലുള്ള എല്ലാ ചർച്ചകൾക്കിടക്ക് ഗൗതത്തിന്റെ സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. മമ്മൂട്ടി സത്യപക്ഷത്ത് നിന്നതല്ല, യഥാർത്ഥത്തിൽ മമ്മൂട്ടി സത്യപക്ഷത്ത് മമ്മൂട്ടി സത്യപക്ഷത്തായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഒരു പുനരധിവാസ പാക്കേജ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കൃത്യമായി നിർവഹിച്ചിട്ടുള്ള ഗവൺമെന്റിനെ കൂടി വേണമെങ്കിൽ മമ്മൂട്ടിക്കൊന്ന് അഭിനന്ദിക്കാമായിരുന്നു. പക്ഷെ അത് അഭിനന്ദിക്കാതിരുന്നത് മമ്മൂട്ടിക്ക് പോലും ഒരു തോന്നലുണ്ട്. കാരണം ഇപ്പോഴുള്ള കുറച്ച് സർവേകളൊക്കെ വന്നപ്പോൾ അടുത്ത ചിലപ്പോൾ ഒരു UDF ഗവൺമെന്റ് ആണെങ്കിലും സ്വന്തം കാര്യങ്ങളൊക്കെ നടക്കണം, നിൽക്കേണ്ട പോലെ നിൽക്കണം എന്ന് മമ്മൂട്ടിക്ക് അറിയാവുന്നതുകൊണ്ടാണ് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. അത് മമ്മൂട്ടി പറയേണ്ട ആവശ്യമില്ല. എന്തായാലും അരിയാഹാരം കഴിക്കുന്ന ആളുകൾ തീരുമാനിക്കട്ടെ.